ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് രണ്ട് ഇംഗ്ലീഷ് മൂവീസ്, ഹോളിവുഡ് മൂവീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഒരു പക്ക എറോട്ടിക് ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒന്ന് ഒരു കോമഡി, എന്താ പറയുക, കോമഡി ആക്ഷൻ ഫാന്റസി വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ് ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് സിനിമകൾ ഏതൊക്കെ നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ആസ്ക് മീ വാട്ട് യു വാണ്ട് എന്ന് പറഞ്ഞൊരു സ്പാനിഷ് മൂവിയാണ്. ഒരു എന്താ പറയുക, എറോട്ടിക് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഒരു പക്ക 18+ മൂവിയാണ് കേട്ടോ ഈ സിനിമ എന്നുള്ളത്. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക. അത് കൂടാതെ ഫാമിലി ആയിട്ട് ഒരിക്കലും ഈ സിനിമ കാണാൻ ശ്രമിക്കരുത്. അതുപോലെ ഒരുപാട് രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ. ആസ്ക് മീ വാട്ട് യു വാണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അത് ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, ഒരു കമ്പനിയിൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന നായികയും ആ കമ്പനിയുടെ ഉടമയും തമ്മിലുള്ള ബന്ധമാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ കാണിക്കുന്നത്. 1 മണിക്കൂർ 54 മിനിറ്റുമാണ് ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. ഒരു കിഡ്ലൻ സിനിമ തന്നെ പറയും. ആ ഒരു ജേണറിനോട്, അതായത് എറോട്ടിക് ഡ്രാമ റൊമാൻറ്റിക് ആ ഒരു ജേണറിനോട് 101% നീതി പുലർത്തിയ ഒരു സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ പിന്നെ ഹെഡ്സെറ്റ് വെച്ച് കാണാം. അതുപോലുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സംഭവമാണ്. അത് നിങ്ങൾ ശരിക്ക് ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ആ രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ സിനിമ കണ്ടുപോകുക. നല്ല ക്വാളിറ്റിയിൽ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്കുകളും കാര്യങ്ങളൊക്കെ, കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. നായികയായിട്ട് വന്ന ആ ഒരു നടിയുടെ പേരെന്താണെന്ന് നോക്കിയാൽ, നായികയായിട്ട് വന്ന നടിയുടെ പേര് ഇതിൽ നോക്കട്ടെ, ഏറ്റവും ഗബ്രേലിയ ആൻഡ്രാഡ, മറിയോ എർമിറ്റോ സൂപ്പറായി തന്നെ അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. കിഡിലായിരുന്നു. കണ്ടുപോകുക. ഇതുപോലെ എറോട്ടിക് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ആസ്ക് മീ വാട്ട് യു വാണ്ട് എന്ന സിനിമ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടുപോകുക. സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. സ്പാനിഷ് മൂവിയാണ്. ഇംഗ്ലീഷ് പിന്നെ ഡബ്ഡ് അവൈലബിൾ ആണ്. പക്ഷെ മലയാളം സബ്ടൈറ്റിൽ മറ്റുള്ള ഭാഷകളൊന്നും അവൈലബിൾ അല്ല. എന്തായാലും ഗൂഗിൾ മലയാളം സബ്ടൈറ്റിൽ ഇട്ട് കാണാവുന്ന ഒരു സിനിമയാണ്. കണ്ടുപോക്കാവുന്ന ഒരു സിനിമയാണ്. അടുത്ത സിനിമ, രണ്ടാമത്തെ സിനിമയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഒരു ഫാന്റസി ഹൊറർ വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റില്ല, ഒരു ഫാന്റസി കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡെത്ത് ഓഫ് എ യൂണിക്കോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ എന്നുള്ളത് നമ്മുടെ പോൾ റൂഡാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആൻഡ്മാനിലൊക്കെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആൻഡ്മാനായിട്ട് വന്ന പോൾ റൂഡാണ് മെയിൻ കഥാപാത്രം. അതുകൂടാതെ ജെന്ന ഒർട്ടേഗ, നമ്മുടെ വെനസ്ഡേ എന്ന സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലെ നായികയാണ്. ഇവർ രണ്ടുപേരാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ അച്ഛനും മകളുമായിട്ടാണ്. അച്ഛനും മകളും ഒരു യാത്രക്കിടെ, ഒരു സ്ഥലത്തേക്ക് പോകുന്ന യാത്രക്കിടെ ഒരു യൂണിക്കോണിനെ പിന്നെ അബദ്ധവശാൽ കൊന്നുപോവുകയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ 18+ മൂവിയാണ്. പക്ക വയലൻസ് ആണ്. ഭയങ്കര വയലൻസ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊല്ലുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര വയലൻസ് ആണ്. കൂടുതലായിട്ടൊന്നുമില്ല, കുറഞ്ഞ ലാസ്റ്റിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. കണ്ടുവെക്കാവുന്നതാണ്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് 1.25 മണിക്കൂറാണ്. 1 മണിക്കൂർ 47 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. ഒരു കിഡിലൻ മൂവി ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും കണ്ടുനോക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു വൺ ടൈം വാച്ചബിളിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. ഇമോഷണൽ അച്ഛൻ മകള് തമ്മിലുള്ള ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും കണ്ടുനോക്കാവുന്ന ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമ. എന്തായാലും കണ്ടുനോക്കാവുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വർഷം തന്നെ റിലീസ് ചെയ്ത സിനിമയാണ് പിന്നെ ഡെത്ത് ഓഫ് എ യൂണിക്കോൺ എന്ന് പറഞ്ഞ സിനിമ. ആസ്ക് മീ വാട്ട് യു വാണ്ട് എന്ന സിനിമ കഴിഞ്ഞ വർഷം 2024 റിലീസ് ചെയ്ത സിനിമയാണ്. എന്തായാലും കണ്ടുപോകുക. ഈ രണ്ട് സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.